രേവതി അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിന്നു. അപ്പോഴേക്കും ജീപ്പിൽ നിന്നും 2 പോലീസുകാർ ഇറങ്ങി രേവതിക്കരികിൽ വന്നു നിന്നു. ഈ പല്ലവിയുടെ വീട് ഇത് തന്നെയല്ലേ? പല്ലവിയുടെ പേര് കേട്ടതും അവരൊരു നടുക്കത്തോടെ അവരെ നോക്കി. ഇനി തങ്ങളിൽ നിന്നും അവളെ കൊണ്ടുപോകാനായി അവരുടെ ആരെങ്കിലും അയച്ചതാണോ ഈ പോലീസുകാരെ എന്നുള്ള പേടി നിറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. നിങ്ങളെന്താ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? പല്ലവി ഇവിടെയാണോ താമസിക്കുന്നതെന്ന്? അതെ. എന്ത് സർ, എന്താ കാര്യം? മോളെ എന്തിനാ അന്വേഷിക്കുന്നത്? അതെന്തിനാ എന്നൊക്കെ നമ്മുടെ സാറ് പറഞ്ഞു തരൂ ഇപ്പോൾ. അത്രയും പറഞ്ഞുകൊണ്ട് അവർ പോലീസ് ജീപ്പിനടുത്തേക്ക് നടന്നു. സർ, ആ കുട്ടി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അത് കേട്ടതും അനിരുദ്ധ് ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങി. അവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞതിനു ശേഷം അവൻ മുന്നിലേക്ക് നടന്നു. രേവതി എന്തിനായിരിക്കും പല്ലവി മോളെ അന്വേഷിച്ച് വന്നത് എന്നോർത്ത് പിന്തിരിഞ്ഞു നിന്നതും. അതെ, ഞങ്ങൾക്ക് പോയിട്ട് അല്പം തിരക്കുണ്ട്. പല്ലവിയെ ഒന്ന് വിളിക്കാമോ? അതും പറഞ്ഞ് അനിരുദ്ധ് നോട്ടം മറ്റെങ്ങോ മാറ്റിയപ്പോഴേക്കും രേവതി തിരിഞ്ഞ് അവനോട് എന്തിനാ പല്ലവി അന്വേഷിക്കുന്നതെന്ന് ചോദിക്കാനും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ഒരു നിമിഷം അവർ പറയാൻ വന്നത് മറന്നുപോയി. അനി, ഡാ, നീയോ? അനി എന്നുള്ള വിളി കേട്ട് അവൻ പെട്ടെന്ന് മുന്നിലേക്ക് നോക്കിയതും അവനും എല്ലാം മറന്നുകൊണ്ട് അമ്മയെന്ന് വിളിച്ചു. അല്ല അമ്മേ, എന്താ ഇവിടെ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മ ഇവിടെ. അതും പറഞ്ഞുകൊണ്ട് അനിരുദ്ധ അവരെ അവനിലേക്ക് അടക്കി പിടിച്ചു നിർത്തി. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാനെന്താ ഇവിടെയെന്നല്ലേ? അപ്പോൾ ഇത് അമ്മയുടെ വീടായിരുന്നു അല്ലേ? അതെങ്ങനെയാ? ഇങ്ങോട്ടേക്ക് നീ ഒരു തവണയെങ്കിലും വന്നിട്ടുണ്ടോ? നിനക്ക് ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കരുതി എന്നെ നീ കാണാനെങ്കിലും വരുമെന്ന്. പിന്നെ കണ്ണൻ പറഞ്ഞു നീ പഴയ ആളല്ല, അവന് പോലും നിന്നെ കാണാൻ കിട്ടുന്നില്ലെന്ന്. ഞാൻ കാണാൻ മനഃപൂർവ്വം വരാതിരിക്കുന്നതെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? പോലീസ് ട്രെയിനിങ്ങും ആദ്യത്തെ പോസ്റ്റിങ്ങും എല്ലാം കൂടിയായപ്പോൾ ഫുൾ തിരക്കായി പോയി. കിട്ടുന്ന ലീവ് തന്നെ കുറഞ്ഞു അതിന്ന്. നാട്ടിൽ വന്ന അമ്മയ്ക്കൊപ്പം 1-2 ദിവസം നിന്നിട്ട് തിരിച്ചു പോകും. അമ്മയ്ക്ക് പോലും പരാതി എന്നെ നേരെ ഒന്ന് കാണാൻ കിട്ടുന്നില്ല എന്ന്. ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കാതിരുന്നിട്ടില്ല. അമ്മയ്ക്കറിയില്ലേ ഈ പോലീസ് ജോലി വല്ലാത്ത അലച്ചില. കാണുമ്പോൾ എന്താ വലിയ പോലീസുകാരൻ, എന്നാലോ ഒന്ന് മനസ്സുറച്ച് സന്തോഷിക്കാൻ പോലും ടൈം കിട്ടാറില്ല. ഇപ്പോഴാ കുറച്ചെങ്കിലും ഫ്രീ ആണെന്ന് വേണം പറയാൻ. ഞാൻ ലീവുള്ള ദിവസം നോക്കി എല്ലാവരെയും കാണാൻ വരാനിരുന്നതാ, ഒരു സർപ്രൈസ് ആയിട്ട്. പിന്നെ മുൻപ് എല്ലാവരും അവിടെ ആയിരുന്നില്ലേ, കർണൻ്റെ വീട്ടിൽ. ആ സമയത്ത് തറവാട്ടിൽ എന്തെങ്കിലും ആഘോഷം വരുമ്പോഴല്ലേ കൂടുന്നത്. ആ ടൈമൊന്നും എനിക്ക് വരാനും പറ്റിയിട്ടില്ല. ഇനി എന്തായാലും നീ ഇവിടെ കാണില്ലേ? പിന്നെ ഇനി ഞാൻ ഇവിടെ തന്നെ കാണും. നമ്മുടെ നാട് വിട്ട് ഇനി പോകാൻ വയ്യ, മടുത്തു. ഇവിടെയാവുമ്പോൾ എല്ലാവരും അടുത്ത് തന്നെ ഉണ്ടല്ലോ. അതിനുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുവാൻ ഞാനിങ്ങനെ. ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ജോലിയാണെങ്കിൽ പിന്നെ നിനക്ക് ഈ ജോലി വേണ്ടെന്ന് വെച്ചൂടെ? എന്നിട്ട് കണ്ണൻ്റെ ഒപ്പം നമ്മുടെ കമ്പനിയിൽ കൂടിക്കൂടെ? അപ്പം പിന്നെ അവൻ ചെയ്യുന്ന ഗുണ്ടായിസം ആര് തടയും? അതൊരു കുറുമ്പോടെ അനിരുദ്ധ് രേവതിയുടെ താടിക്ക് പിടിച്ച് പറയുമ്പോൾ രേവതി അവൻ്റെ തലക്കിട്ടൊന്ന് കൊടുത്തു. ഇപ്പോഴൊരു മാറ്റവുമില്ലല്ലോ നിനക്ക്. ഞാൻ കരുതി പോലീസായപ്പോഴേക്ക് നിനക്ക് ബുദ്ധി വെച്ചെന്ന്. ഇത് ഇച്ചിരി ഉണ്ടായിരുന്ന കൂടി പോയ പോലെ എനിക്ക് തോന്നുന്നേ. അല്ലെങ്കിലും എനിക്കറിയാം അവനെ പറഞ്ഞ അമ്മയ്ക്ക് നോവുന്ന്. പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ. അവൻ്റെ അമ്മ ഗീതാമ്മ പോലും അവനെ ഒന്ന് വഴക്ക് പറഞ്ഞ നോവുന്നത് ഇവിടെയല്ലേ? അത്രയും പറഞ്ഞവൻ ചിരിക്കുമ്പോൾ ഇപ്പോൾ ആർക്കാ നോവുന്നെന്നൊക്കെ കണ്ടറിയാം. അപ്പം കിടന്ന് അമ്മയെ വായോ എന്ന് കിടന്ന് വിളിച്ചാൽ എന്നെ കിട്ടില്ല. അനിരുദ്ധ് ചിരി നിർത്തി എന്തെന്നുള്ള രീതിയിൽ രേവതിയെ നോക്കി. നീ ഇങ്ങനെ നോക്കുകയൊന്നും വേണ്ടെന്നെ, കർണൻ ഇവിടെയുണ്ട്. അത് കേട്ടതും അനിരുദ്ധ് തലയ്ക്ക് കൈവച്ചുകൊണ്ട് അവരെ ദയനീയമായി നോക്കി. അവനിവിടെയുണ്ടോ? എങ്കിൽ വന്നപ്പോൾ തന്നെ അമ്മ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ നിമിഷം തന്നെ ഇവിടെ നിന്ന് മുങ്ങിയേനെ. ഇനി പറഞ്ഞിട്ടെന്താ, ആ കാലൻ്റെ മുന്നിൽ പെട്ടതന്നെ. രേവതി അനിരുദ്ധിൻ്റെ ചെവിക്ക് പിടിച്ച് തിരിച്ചു. ഇനി എൻ്റെ മോനെ കാലിനെന്ന് പറയുമോ നീ? അമ്മേ, നാണം കെടുത്തല്ലേ എന്നെ. ദേ അവർ നോക്കുന്നു, എൻ്റെ കൂടെ വന്നവർ. ഒന്നില്ലെങ്കിലും ഞാനിവിടുത്തെ SP അല്ലേ. ദേ അവന്മാരുടെയൊക്കെ സാറ്. എന്നെ അവരുടെ മുന്നിൽ വെച്ച് ചെവിക്ക് പിടിക്കുമ്പോൾ എന്നെപ്പോലെ അമ്മയ്ക്ക് നാണക്കേടാ. അമ്മയ്ക്ക് തല്ലണമെങ്കിൽ ഇവിടെ നിർത്തിയ തല്ലാതെ അകത്ത് കൊണ്ടുപോയി തല്ലിക്കോ, ഞാൻ കൊള്ളാം റെഡിയാ. അവരെ മുന്നിൽ വെച്ച് നാറ്റിക്കല്ലേ. ഒന്നാമതേ ഞാനെന്ന് പറയുന്നത് അവർക്ക് ഒരു വലിയ സംഭവമാണ്. രേവതി അവൻ പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ട് അവൻ്റെ ചെവിയിൽ നിന്നും പിടുത്തം വിട്ടു. എന്നാൽ പിന്നെ മോൻ ഇവിടെ നിന്ന് കാല് കഴക്കാതെ അകത്തേക്ക് കയറി വാ. അനിരുദ്ധ് ദയനീയമായി അമ്മയെന്ന് വിളിച്ചു. എന്താടാ? ഞാൻ വെറുതെ ഒരു ആവേശത്തിന് പറഞ്ഞതല്ലേ, അമ്മേനെ അടിച്ചോ എന്നൊക്കെ. അത് കേട്ടവിടെ ഇങ്ങനെ ചെയ്യാമോ? ഞാനും കണ്ണനെ പോലെയല്ലേ അമ്മയ്ക്ക്. വലിയ പോലീസ് ഉദ്യോഗസ്ഥനായെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? ബുദ്ധി ഉറച്ചിട്ടില്ല ചെക്കൻ ഇതുവരെ.
അതിന് അനിരുദ്ധ ചിരിച്ചു കാണിച്ചു. അല്ല, അമ്മ ശരിക്കും പറഞ്ഞതാണോ കർണൻ ഇവിടെയുണ്ടെന്ന്? ഞാൻ നിന്നോട് കള്ളം പറയുമോ? അവൻ ഇവിടെയുണ്ട്. ഈശ്വര. രേവതി വീണ്ടും അവനെ നോക്കി. എന്താടാ? ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ, ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോഴേ അവനും എല്ലാവർക്കും ഒരു സർപ്രൈസ് തരണമെന്ന് കരുതി. ഇന്നലെ കണ്ണൻ വിളിച്ചപ്പോൾ പോലും പറഞ്ഞില്ല ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫറായി വരുന്നെന്ന്. എന്തായാലും ഇന്നിനി അവൻ്റെ ഒന്ന് കിട്ടുന്ന സർപ്രൈസ് വാങ്ങി പോയാൽ മതി എൻ്റെ മോന്. അമ്മേ. ഇനി അമ്മയെന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ഇനി മുകളിലോട്ട് നോക്കി ഈശ്വര എന്ന് തന്നെ ഉറക്കെ വിളിച്ചോ. ഇനി നിന്നെ രക്ഷിക്കാനേ ആ വഴിയേ ഉള്ളൂ. അപ്പോൾ അമ്മയും എന്നെ കൈയൊഴിഞ്ഞു അല്ലേ? കൊള്ളാം അമ്മേ, കൊള്ളാം. ഇങ്ങനെ തന്നെ വേണം കേട്ടോ. അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വന്ന അനിരുദ്ധ് കാണുന്നത് തന്നെ വലിഞ്ഞ മുറുകിയ മുഖത്തോടെ നോക്കി നിൽക്കുന്ന കർണനെയാണ്. ഡോ അളിയ എന്ന് ഇളിച്ച് കാണിച്ചിട്ട് രേവതിയെ നോക്കി പതുക്കെ പറഞ്ഞു. അമ്മേ, വന്ന വഴി ഞാൻ ഓടിയാലോ? കാര്യമൊന്നുമില്ല. അവനെന്തായാലും നിനക്കിട്ട് തന്നിട്ടേ വിടൂ. രാവിലെ തൊട്ട് കലിപ്പില ചെക്കൻ ആരെ തല്ലാന്ന് നോക്കി നടക്കുമായിരുന്നു. നിന്റെ കുറവൂടെ ഉണ്ടായിരുന്നു, അത് നീയായിട്ട് തികച്ചു. ഇനി കിട്ടുന്നത് ഒത്തു വാങ്ങിയിട്ട് പോയാൽ മതി. ഇതാവുമ്പോൾ അവൻ്റേതൊന്ന് കിട്ടിയെന്നുള്ള സന്തോഷവുമാവും നിനക്ക്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന എനിക്ക് അതിലും സന്തോഷമാവും. കാരണം ഞാൻ തരണമെന്ന് കരുതിയതാ അവൻ തരുന്നേ. അവനാവുമ്പോൾ അറിഞ്ഞ് നിന്റെ ഇഷ്ടത്തിന് തരാൻ പറ്റും. ഒരു കുറവുമില്ലാതെ എനിക്കങ്ങനെ പറ്റില്ലല്ലോ. അമ്മേ. ഞാൻ പറഞ്ഞു നിന്നോട് അമ്മയെന്ന് വിളിച്ചിട്ടൊരു കാര്യവുമില്ല. ഈശ്വരാന്ന് തന്നെ അറിഞ്ഞു വിളിച്ചോളാൻ. ഇതൊരുമാതിരി മറ്റേടത്ത് തേപ്പ് പരിപാടിയായിപ്പോയി. അമ്മീശ്വര. രേവതി അവൻ്റെ അമ്മീശ്വര എന്നുള്ള വിളി കേട്ട് അവനെ നോക്കി. ഈശ്വര, എല്ലാം കയ്യിൽ നിന്ന് പോകുവാണല്ലോ. കർണൻ ദേഷ്യത്തിൽ മുകളിൽ നിന്നും സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ അനിരുദ്ധ് രേവതിക്ക് പിന്നിലായി മറഞ്ഞു നിന്നു. അളിയ, വേണ്ടടാ. ഒന്നുമില്ലെങ്കിലും നിന്റെ ഒരേ ഒരു ആത്മാർത്ഥ മിത്രമല്ലടാ ഞാൻ. ഒരു ആത്മാർത്ഥ മിത്രം വന്നിരിക്കുന്നു. നിനക്ക് ആ ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ വിളിച്ചപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്കാ കെട്ടിയെടുക്കുന്നതെന്നൊരു വാക്ക് പറയാമായിരുന്നു. എന്നിട്ട് ചെയ്തോ? ഇല്ലല്ലോ. എന്നിട്ടിപ്പോ എവിടുന്ന് വന്നു ഇത്രയ്ക്ക് ആത്മാർത്ഥത? അളിയ കർണ, ഞാൻ മനഃപൂർവ്വം പറയാതെ ഇരുന്നതൊന്നും നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്കിവിടെ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയ ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് അമ്മയാണേ സത്യം ഈ പോലീസ് യൂണിഫോമിൽ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കേണ്ടി വരുന്നതെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാൻ. നീ ഇനി അധികം പറയണമെന്നില്ല. എനിക്ക് സർപ്രൈസ് തരാൻ നോക്കിയതല്ലേ വന്നത്. ഇനി എൻ്റെ ചൂടയോടുള്ള സർപ്രൈസ് വാങ്ങിക്കോ മോൻ. കുറച്ച് നാളായി പോലീസുകാരനെ പോലീസ് യൂണിഫോമിൽ തന്നെ തല്ലണമെന്നൊരാഗ്രഹം മനസ്സിൽ തുടങ്ങിയിട്ട്. എന്തായാലും നീയായിട്ട് ഇന്നെൻ്റെ ആഗ്രഹം കൂടി സാധിച്ചു തന്നിരിക്കുക. അത്രയും പറഞ്ഞ് കർണൻ തൻ്റെ മീശയും പിരിച്ച് അവൻ്റെ അടുത്തേക്ക് നടന്നു. കാലമാട, എന്തോ ഒരു ആഗ്രഹങ്ങൾ മുന്നിൽ കിടക്കുമ്പോൾ നീ എനിക്കിട്ട് തരാമെന്ന് ഇങ്ങനെ കൃത്യമായി ആലോചിക്കുന്നത് എങ്ങനെയാ? കാലമാട നിന്റെ. അതും പറഞ്ഞ് രേവതിക്ക് പിന്നിൽ തന്നെ നിന്ന് അനിരുദ്ധനെ കർണൻ പിടിക്കാനാഞ്ഞതും അവൻ അവിടെ നിന്നും ഓടി അവിടേക്കിടുന്ന മേശയുടെ മറു സൈഡിലെത്തിയിരുന്നു. മര്യാദക്ക് നീ എൻ്റെ അടുത്ത് വരുന്നോ അതോ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരണോ? ഞാൻ നിൻ്റെ അടുത്ത് വരാം, പക്ഷേ എന്നെ തല്ലില്ലെന്നൊരു ഉറപ്പ് നീ തരണം. നാണമില്ലല്ലോടാ ഇങ്ങനെ പറയാൻ. അതേടാ, എനിക്കൊരു നാണവുമില്ല. നിന്റെ ശരീരം പോലെയാണോടാ എൻ്റെ ശരീരം. നീ ഉരുട്ടിക്കയറ്റി വെച്ചിരിക്കുവല്ലേ ഇങ്ങനെ. ഞാനോ ആകെയുള്ള ഈ ബോഡി ഈ പരുവം പിന്നെയും ആക്കിയെടുക്കാൻ എന്ത് കഷ്ടപ്പെട്ടു എന്നറിയുമോ? അത് വെറുതെ നിന്റെ തല്ലുകൊണ്ട് ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ ശരീരം അതുപോലെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം എൻ്റെ അടുത്തേക്ക് വരാം. അല്ലാതെ ഞാനായിട്ട് വന്ന അറിയാലോ പിന്നെ എന്താ നടക്കുക എന്ന്. രേവതി അനിരുദ്ധിനെ നോക്കി പറഞ്ഞു. ഇനി നിന്ന് നീ താളം ചവിട്ടിയിട്ടൊരു കാര്യവുമില്ല. പോയി എന്താന്ന് വെച്ചാൽ അവൻ്റേന്ന് മേടിച്ചു വാ. അതും പറഞ്ഞ് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോകുന്ന രേവതിയെ അവൻ ദയനീയമായി വിളിച്ചു. അമ്മേ, ഈ കാലമാടിനെ ഒറ്റയ്ക്ക് എന്നെ ഇട്ട് കൊടുത്തിട്ട് പോകല്ലേ. എനിക്കൊന്ന് കാണാൻ വയ്യേ. നിങ്ങളായി നിങ്ങളുടെ പാടായി വാങ്ങുവോ കൊടുക്കുവോ എന്തോ ആയിക്കോ. എന്നാലും അമ്മേ, എന്നോടിത് വേണ്ടായിരുന്നു. അതും പറഞ്ഞ് അനിരുദ്ധ് രേവതിയെ നോക്കുമ്പോൾ അവർ അവിടെ നിന്ന് പോയിരുന്നു. നീ വരുന്നുണ്ടോ അത് ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട, ഞാൻ തന്നെ വന്നോളാം. അത്രയും പറഞ്ഞുകൊണ്ട് കർണൻ്റെ അടുത്തേക്ക് വന്ന അനിരുദ്ധിൻ്റെ കരങ്ങൾ കർണൻ പിന്നിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് അവൻ്റെ കൂമ്പ് നോക്കി തന്നെ ഇടിച്ചു. വിട്ടടാ പൊന്ന മോനെ, എനിക്ക് വേദനിക്കുന്നുണ്ടടാ. ഒന്നില്ലേലും ഞാനിപ്പോൾ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഓഫീസർ അല്ലേടാ. ഒരു ഓഫീസറിനെ ഇങ്ങനെ തല്ലുമോടാ? നിന്നെ തല്ലുവല്ല, കൊല്ലുകയാ വേണ്ടേ. അതും പറഞ്ഞ് കർണൻ അവൻ്റെ കരങ്ങൾ വിട്ടു. അനിരുദ്ധ് തൻ്റെ കരങ്ങൾ മുന്നിലേക്ക് ആഞ്ഞു കുടഞ്ഞുകൊണ്ട് പറഞ്ഞു. നിനക്കൊരു സർപ്രൈസ് തരണമെന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ. അതെങ്ങനെ ആവുമെന്ന് ഞാൻ കരുതിയില്ല ഒരിക്കലും.
എന്തായാലും കിട്ടിയപ്പോൾ സമാധാനം ആയില്ലേ നിനക്ക്? അതുകൊണ്ട് മേലിൽ ഇമ്മാതിരി പണിയുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു പോകരുത്. ഇല്ല, വരുന്നില്ല, നിർത്തി. നിന്റെ മുന്നിൽ എന്തായാലും ഇമ്മാതിരി അടവുകൾ ഞാൻ എടുക്കുന്നത് ഇന്നത്തോടെ നിർത്തി. കണ്ണൻ സോഫയിലോട്ട് ഇരുന്നിട്ട് അവനോടും ഇരിക്കാൻ പറഞ്ഞു. കണ്ണന് അഭിമുഖമായി അനിരുദ്ധും ഇരുന്നു. അല്ല, എന്തൊരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങോട്ട് വരാൻ? ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ, പക്ഷേ നാട്ടിൽ തന്നെ കിട്ടുന്നൊട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം യൂണിഫോമിലുള്ള ഇങ്ങോട്ടുള്ള വരവ്? സത്യം പറഞ്ഞ ഇവിടേക്ക് വന്ന അമ്മയെ കണ്ടപ്പോഴാണ് മനസ്സിലാകെ ഇത് നിങ്ങളുടെ തറവാട് വീടെന്ന്. ഞാനൊരു മിസ്സിംഗ് കേസ് അന്വേഷിച്ചിറങ്ങിയതാ. ഒരു പല്ലവി. അയാൾ മുൻപ് താമസിച്ച ഫ്ലാറ്റിൽ പോയപ്പോൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ഈ അഡ്രസ്സ് കിട്ടിയത്. അനിരുദ്ധ അത് പറയുന്നത് കേട്ടാണ് പല്ലവി താഴേക്ക് വന്നത്. ആ കുട്ടി ഇവിടെയാണോ താമസിക്കുന്നത്? നീ അന്വേഷിച്ച് വന്ന പല്ലവിയാണെങ്കിൽ അത് ഇവളാണ്. പല്ലവിക്ക് നേരെ കൈവിരൽ ചൂണ്ടി കർണൻ പറയുമ്പോൾ അനിരുദ്ധ അവളെ തന്നെ നോക്കി. നീ എന്തിനാ ഇവളെ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞില്ല ഇതുവരെ? ഞാൻ ചാർജ് എടുത്തതും തന്നെ ഒരു മിസ്സിംഗ് കേസാ കിട്ടിയേ. അതും പോലീസ് തലപ്പത്തുള്ളവർക്ക് വേണ്ടപ്പെട്ടവന് ഈ പരാതി തന്നവൻ. അപ്പോൾ പിന്നെ അതിൻ്റേതായ ഫോഴ്സ് കാണാതിരിക്കുമോ? ഈ മിസ്സിംഗ് എന്ന് പറഞ്ഞത് ആരെയാ? ഒരു അരവിന്ദ്, പിന്നെ പവിത്ര. അന്വേഷിച്ചപ്പോൾ പവിത്രയുടെ സിസ്റ്ററാണ് പല്ലവി എന്നറിഞ്ഞു. മിസ്സിംഗ്, അതും അവർ. വല്ല ഫേക്ക് ന്യൂസ് ആവും. അവനെ അറിയുന്നവർക്കറിയാം അവൻ എത്രമാത്രം അപകടകാരിയാണ് എന്ന്. അപ്പം നിനക്കറിയുമോ അവനെ? പിന്നെ അറിയാതെ, ഇവൾക്ക് വേണ്ടി ഒരു തവണ അവനുമായി ഒന്ന് മുട്ടിയിട്ടുണ്ട്. അനിരുദ്ധ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് പല്ലവിക്കരികിൽ വന്നു നിന്നു. താനും അവരുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് അനിരുദ്ധ പല്ലവിയെ നോക്കി ചോദിക്കുമ്പോൾ അവൾ കർണനെ നോക്കി. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അനിരുദ്ധ വീണ്ടും പറഞ്ഞു. ഓക്കെ, അത് വേണ്ട. അവർക്ക് ശത്രുക്കളായ ആരെങ്കിലും ഉള്ളതായി അറിയുമോ ഇയാൾക്ക്? എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഈ സഞ്ജയ്? സഞ്ജയുടെ പേര് അനിരുദ്ധിൻ്റെ വായിൽ നിന്ന് വീണതും അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. തനിക്കറിയാമോ ഈ സഞ്ജയെ? ഇല്ല, എനിക്കറിയില്ല. അറിയില്ലെങ്കിൽ പിന്നെ അന്ന് തൻ്റെ മുന്നിലിട്ട് അയാൾ ഹോസ്പിറ്റൽ വെച്ച് പവിത്രയെ എന്തിനാ തല്ലി ചതച്ചത്? ഞാനന്ന് ആദ്യമായിട്ടാണ് അയാൾ അവിടെ വെച്ച് കാണുന്നത് പോലും. എന്തിനാ അയാൾ എൻ്റെ ചേച്ചിയെ എനിക്ക് മുൻപിലിട്ട് തല്ലിയതെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇതിനു മുൻപ് ഒരിക്കൽ പോലും അവനെ കണ്ടിട്ടുമില്ല? ഞാൻ പറഞ്ഞല്ലോ സർ, എനിക്കറിയില്ല അയാൾ ആരാ, എന്താ, എന്തിനാ എനിക്ക് പിന്നാലെ എന്നും. അത് പറയുമ്പോൾ അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു. കർണൻ എഴുന്നേറ്റ് അവർക്കരികിലേക്ക് വന്നു. മതി മതി നിന്റെ പോലീസ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ. അതല്ലടാ, ഒരു മിസ്സിംഗ് കേസ് ആവുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുമല്ലോ. നിനക്കെന്താ അറിയണ്ടേ? സഞ്ജയെ പറ്റിയാണോ അതോ അരവിന്ദ്, പവിത്ര അവരെ പറ്റിയാണോ? എങ്കിൽ ഞാൻ പറഞ്ഞു തരാം അവർ ആരെന്ന്. അത്രയും പറഞ്ഞ് കർണൻ അനിരുദ്ധമായി പുറത്തേക്കിറങ്ങിയതും ഒരു കാർ വന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നു. അതിൽ നിന്നും കാർത്തിക ഇറങ്ങുന്നത് കണ്ടതും കർണൻ്റെ കണ്ണുകൾ വിടർന്നു. അവളെ ഏട്ടായെന്ന് വിളിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുമ്പോൾ അവനും തൻ്റെ അനിയത്തിയെ ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് കർണൻ്റെയൊപ്പം പോലീസ് യൂണിഫോമിൽ നിൽക്കുന്ന അനിരുദ്ധിനെ അവൾ കാണുന്നത്. അല്ല, ഇതാരാ? മാവേലിയോ? മാവേലി എന്ത് നാട് കാണാൻ വന്നതാണോ? ഓ, ഇനി നിന്റെ കൂടെ കുറവേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ശരിയായി. ഞാൻ വന്നപ്പോഴേ വിചാരിച്ചതാ എനിക്കുള്ള പാര എവിടെന്ന്. അതിത്ര പെട്ടെന്ന് കറക്റ്റായിട്ട് കാറിൽ തന്നെ വന്നിറങ്ങുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ആക്കിയതാണല്ലേ? അല്ല, ഊതിയതാ. അധികം ഊതല്ലേ, ചിലപ്പോൾ പറപ്പിക്കും ഞാൻ. സുമിത്രാമ്മയെ ഞാൻ വിളിക്കുന്നുണ്ട്. എന്നെ അറിയാലോ, ഇല്ലാത്തതും കൂടെ ഉണ്ടാക്കി പറയും ഞാൻ. എനിക്കറിയാടി കുരുപ്പേ നീ പറയുന്നു. ഈ നിൽക്കുന്നവൻ്റെ അല്ല അനിയത്തി. അപ്പം പിന്നെ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ. അതിനവൾ ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അനിയൻ്റെ ഭാര്യയായി ആ വീട്ടിൽ വരേണ്ടതല്ല ഞാൻ. ആ, അതെൻ്റെ കാലക്കേടായി പോയി. നാട്ടിൽ എന്തുമാത്രം പെൺപിള്ളാരുണ്ടായിട്ടും അവൻ ഈ പിശാചിനെയല്ലേ കിട്ടിയുള്ളൂ. അതെങ്ങനെ വീട്ടിനകത്തുള്ള എൻ്റെ അനിയനെന്ന് പറയുന്ന സാധനം ഇതുപോലത്തൊരു ആയല്ലോ ദൈവമേ. അതെന്താ ഇടക്കുള്ളത് പറയാത്തേ? അതുകൂടെ അങ്ങ് പറയാമായിരുന്നില്ലേ? ഇപ്പൊ പറയാനേ സൗകര്യമല്ല. അത് കേട്ടതും അവൾ ചിരിച്ചുകൊണ്ട് കർണനെ നോക്കി പറഞ്ഞു. ശരിക്കും ഈ സാധനത്തിനെ പോലീസിൽ എടുത്തതാണോ അതോ ഈ ചക്കയിട്ടപ്പോൾ മുയൽ ചത്തു എന്ന് പറയുന്ന പോലെ പോലീസ് ആയതാണോ ഏട്ടാ? ഡി ഒന്നുമില്ലെങ്കിലും നിന്റെ ഏട്ടൻ്റെ പ്രായമല്ലേടി. ഏട്ടാന്ന് നീ വിളിച്ചില്ലേലും വേണ്ടില്ല. ഇമ്മാതിരി പറയാതിരുന്നൂടെ? കേൾക്കുന്നവരെന്താ എന്നെപ്പറ്റി വിചാരിക്കുക? ഞാൻ വെറും ഒരു ഉണ്ണാക്കനാണെന്നല്ലേ? അവൾ പറഞ്ഞതിൽ എന്താടാ തെറ്റ്? എനിക്കും ചിലപ്പോൾ തോന്നിയിട്ടുള്ള കാര്യമാ അവളും പറഞ്ഞേ. അല്ലെങ്കിലും പണ്ടേ എന്നെ തേച്ചൊട്ടിക്കാൻ ആങ്ങളെയും പെങ്ങളും ഒറ്റക്കെട്ടല്ലേ, കൂട്ടത്തിൽ എൻ്റെ പുന്നാര അനിയനെന്ന് പറയുന്ന സാധനവും.
അതൊക്കെ പറഞ്ഞവർ 3 പേരും ചിരിച്ചു കളിച്ചു നിൽക്കുമ്പോൾ കാറിൽ നിന്നും ഗീത ഇറങ്ങി. ഗീതയെ കണ്ടതും കണ്ണൻ്റെ മുഖം ദേഷ്യത്താൽ വരിഞ്ഞതും അനിരുദ്ധനിൽ തൻ്റെ ഗീതാമ്മയെ കണ്ട സന്തോഷമായിരുന്നു. ഗീത കാറിൻ്റെ ഡോറടിച്ച് മുന്നിലേക്ക് നടന്നു വന്ന് വീടിൻ്റെ പടി കയറാനാഞ്ഞതും കണ്ണൻ ദേഷ്യത്തിൽ അവരെ മറികടന്നു പോയിരുന്നു. അവർ തിരിഞ്ഞു നിന്ന് മോനെ കണ്ണ എന്ന് വിളിച്ചതും തന്നെ അങ്ങനെ വിളിക്കണ്ട എന്ന രീതിയിൽ അവൻ തിരിഞ്ഞു നിന്ന് തന്നെ കരങ്ങൾ ഉയർത്തി കാണിച്ചു. എന്നാൽ ഗീത അത് വകവയ്ക്കാതെ അവന് പിന്നാലെ ചെന്നു നിന്നു. എന്തിനാ നീയും എന്നെ ഇങ്ങനെ അകറ്റി നിർത്തിയിരിക്കുന്നത്? ഇതിനു മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അവൻ ഗീതയ്ക്ക് നേരെ ദേഷ്യത്തിൽ തിരിഞ്ഞു. എന്താ ചെയ്തതെന്ന് അറിയില്ലല്ലേ? നീ തെറ്റിദ്ധരിച്ചിരിക്കുക മോനെ ഈ അമ്മയെ. ഒരിക്കലെങ്കിലും ഈ അമ്മയ്ക്ക് പറയാനുള്ളത് മോനൊന്ന് കേൾക്ക്. ഞാൻ ഇതിൽ കൂടുതൽ എന്ത് കേൾക്കാനാ? നിങ്ങളുടെ ഭർത്താവെന്ന് പറയുന്ന എൻ്റെ അച്ഛൻ നിരപരാധി എന്നാണോ? ആണോന്ന്? ഗീത കരഞ്ഞുകൊണ്ട് തന്നെ അവനെ വിളിച്ചു. നീ എന്തൊക്കെയായി പറയുന്നേ കർണ? നിന്റെ അച്ഛൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം തെറ്റുകൾ ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇത് അദ്ദേഹം ഒരിക്കലും ചെയ്യാത്ത തെറ്റിനാ നീ പോലും അദ്ദേഹത്തിൽ പഴിചാരുന്നേ. മതി നിർത്ത്. ഇനിയും എനിക്ക് മുൻപിൽ അയാളെ പുണ്യാളനാക്കാൻ നോക്കണ്ട. എനിക്കത് കേൾക്കാനും താല്പര്യമില്ല. അത്രയും പറഞ്ഞ ശേഷം ഒരു നോക്ക് പോലും തൻ്റെ അമ്മയെ നോക്കാതെ കർണൻ കാറുമായി പുറത്തേക്ക് പോകുമ്പോൾ അവൻ പോയ വഴിയെ നിന്ന് തൻ്റെ മകനെ ഓർത്ത് അമ്മ തേങ്ങിക്കരഞ്ഞു.